Hello friends, very good morning. You can see another very interesting as well as very important topic, that is indifference curve analysis. Crucial topic of microeconomics. Okay, previous year question paper നിങ്ങൾ analyze ചെയ്യുകയാണെങ്കിൽ you can see number of questions from this area. Right, essay topic equilibrium of the consumer with the help of indifference curve. Essay. Similarly, properties of indifference curve or assumptions of indifference curve, 5 mark or even essay. Similarly, very short answer type of question like indifference curve or what you mean by MRS, marginal rate of substitution. Okay, എല്ലാ പാർട്ടിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഓക്കെ, അത്യാവശ്യം ഒരു കെയർ ചെയ്ത് പഠിക്കേണ്ട ഏരിയയാണ്. കാരണം നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ടൈപ്പ്, എസ്സേ ടോപ്പിക് വരെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ അത്യാവശ്യം ഏരിയ മീൻസ് കൺസെപ്റ്റ്സ് ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, കർവ് ഉണ്ട്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. കാണാപ്പാടം പഠിക്കല്ല, ബൈ ഹാർട്ട് ചെയ്യല്ല വേണ്ടത്. ഇൻഡിഫറൻസ് കർവിൻ്റെ പർപ്പസ് എന്താ? ഇൻഡിഫറൻസ് കർവ് മീൻ ചെയ്യുന്നത് എന്താ? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഓക്കെ, ഇപ്പോൾ മൈക്രോ എക്കണോമിക്സ് 1 നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് കാണാം. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ബജറ്റ് ലൈൻ, ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൻ്റെ A to Z അനാലിസിസ് ആണ്. റൈറ്റ്, ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ പാർട്ടുകളും നിങ്ങൾ A to Z വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കുക, റിവിഷൻ നടത്തുക. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് യു മീൻ ബൈ യൂട്ടിലിറ്റി. റൈറ്റ്, സിമിലർലി മാർജിനൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ആ ടോപ്പിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, ആ വീഡിയോ വാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ടോപ്പിക്ക് കാണാൻ. റൈറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 8 ടോപ്പിക്സ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 8 ടോപ്പിക്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 8 ടോപ്പിക്സിൻ്റെ ഒരു എസ്സേ രൂപത്തിലാക്കിയിട്ട് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും മനോഹരമായിട്ടുള്ള ആൻസർ കൊടുക്കണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം. റൈറ്റ്, ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരു കാരണവശാലും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. റൈറ്റ്, അതുപോലെ തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. കാരണം എന്താ, നല്ല ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. In this part, I would like to explain the meaning of indifference curve. ഇപ്പം നിങ്ങൾക്കൊരു 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇൻഡിഫറൻസ് കർവ് ഓർ വാട്ട് യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ്. വാട്ട് വിൽ ബി അവർ ആൻസർ? ഓക്കെ, സിമിലർലി we will discuss little bit history about the indifference curve or background of this topic. ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ്, ഈ ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക, എന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താണ് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവും. റൈറ്റ്, ഇപ്പോൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് the main purpose is to find out or is to understand the consumer equilibrium. Right, that is the key word, consumer equilibrium. Please note, consumer equilibrium. Then what is it? ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആസ് വെൽ ആസ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ദിസ് ഈസ് ദ ബേസ്. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇപ്പോൾ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ, ദെൻ ജെവൻസ്, ഗോസൻ, ഇവരൊക്കെയാണെന്ത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ വക്താക്കൾ.
ആൽഫ്രഡ് മാർഷലിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. That is also analysis of demand or trying to understand consumers' equilibrium, but their approach is based on cardinalist or cardinalist analysis. Okay, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിൽ വെക്കുക, indifference curve, that focusing on consumer equilibrium. Okay, consumer equilibrium അല്ലെങ്കിൽ utility maximization. Please note utility maximization. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് തരാണ്. Utility maximization, right? Here we can see two approach. What are they? Cardinal utility approach and ordinal utility approach. Please note cardinal utility approach. Cardinal utility approach, right? Then similarly second one is ordinal utility approach. ഇതൊക്കെ സെപ്പറേറ്റ് 2 മാർക്ക് ഏരിയ ആണ് കേട്ടോ. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്താ? യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കാർഡിനൽ നമ്പേഴ്സ്. ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3, 4 ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറയുന്നത്. ഇപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ ബേസിക് അസംഷൻ അതാണ്, കാർഡിനൽ അപ്രോച്ച്. പക്ഷെ നമുക്കറിയാം, ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്ത് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഉപയുക്തത ഒരു യൂട്ടിലിറ്റി, വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് ദ കമ്മോഡിറ്റി, അതെന്താണ്? സബ്ജക്റ്റീവ് മാറ്റർ ആണ്, സൈക്കോളജിക്കൽ എലമെന്റ് ഉള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ഇൻ കാർഡിനൽ വേ, റൈറ്റ്? ഇപ്പം നമുക്കൊരു ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് എനിക്ക് 5 യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേം ആണ്. ആര്? കാർഡിനലിസ്റ്റ് സ്കൂൾസ്. ഓക്കെ, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, isn't it? അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് യൂട്ടിലിറ്റി നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള അസംഷൻ ആണ് ആരുത്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അത് ടോട്ടലായിട്ട് റിജക്റ്റ് ചെയ്ത ഒരു സ്കൂൾസ് ഓഫ് തോട്ട് ആണ് ആര്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓർ ഓർഡിനലിസ്റ്റ് സ്കൂൾസ് എന്ന് നമുക്ക് പറയാം, isn't it? ഓർഡിനൽ സ്കൂൾസ് ഓഫ് തോട്ടിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട അനാലിസിസ് ആണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഓക്കെ, ഓർഡിനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ that is utility described without quoting cardinalist numbers. Okay, cardinal numbers 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്, ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ. ഓക്കെ, യു ക്യാൻ ഓൺലി ഓർഡർ ഇറ്റ് ഓർ റാങ്ക് ഇറ്റ്. ദാറ്റ് ഈസ് കൺസ്യൂമർ ഈസ് ഓർഡറിങ് ഓർ റാങ്കിങ് യുവർ യൂട്ടിലിറ്റി ഓർ യുവർ പ്രിഫറൻസ്. ഓക്കെ, ഇപ്പം ഞാൻ ആപ്പിൾ ജ്യൂസ് കുടിച്ചു. ആപ്പിൾ ജ്യൂസിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ ഓർ ലെസ് ദാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അപ്രോച്ചാണ് എന്ത്? ഓർഡിനലിസ്റ്റ് അപ്രോച്ച്. ഓർഡിനലിസ്റ്റ് അപ്രോച്ചിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, റിവീൽഡ് പ്രിഫറൻസ് തിയറി, RPT എന്ന് സിമ്പിളായിട്ട് പറയും, റൈറ്റ്? 1938 പോൾ സാമുവൽസൺ, പോൾ സാമുവൽസൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിവീൽഡ് പ്രിഫറൻസ് തിയറി, റൈറ്റ്? അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇൻകം, അതുപോലെ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസ്, നിലവിലുള്ള പ്രൈസസും ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, ഓർ സിംപ്ലി വി ക്യാൻ സേ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, റൈറ്റ്? അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുന്ന എക്കണോമിക് ഏജന്റിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ പോയിന്റ് വേർ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ഈസ് മാക്സിമൈസ്ഡ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഹിയർ കൺസ്യൂമർ ഇക്വിലിബ്രിയം യൂസിങ് ഇൻഡിഫറൻസ് കർവ്, റൈറ്റ്? ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്, ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോണ്ട്. ഓക്കെ, ഐസോകോണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മാറിപ്പോകരുത് ടോപ്പിക്. ഐസോകോണ്ട്,
ഓക്കെ, സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ക്യാമ്പിൽ നമ്മൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ വാട്ട് യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ആൻസർ ഐസോകോണ്ടിൻ്റെ ഡെഫിനിഷൻ കൊടുക്കും. Isn't it? What is the slope of indifference curve? What is the answer? Marginal rate of substitution. പക്ഷെ പല കുട്ടികളും എന്ത് ചെയ്യും, സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട് കൊടുക്കും, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, MRTS. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, തറോ ആയിട്ട് പഠിക്കുക. റൈറ്റ്, അപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് എന്ത് വരണം? ഇറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. റൈറ്റ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർ ഗെറ്റ് maximum utility or maximum level of satisfaction from purchasing a commodity or bundle of goods or from consuming a commodity. Right, bundle of goods അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്മോഡിറ്റി നിങ്ങളെ കയ്യിലുള്ള ഇൻകം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ കിട്ടുന്ന പോയിന്റ് ആണെന്ത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം. ആ കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടെത്തുന്നതിനുള്ള ഒരു ടൂൾ ആണെന്ത്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഓക്കെ, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ രണ്ട് പ്രധാനപ്പെട്ട ടൂൾസ് ആണ് കാണുന്നത്. ഫസ്റ്റ് വൺ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് പോൾ സാമുവൽസൺ. ദാറ്റ് ഈസ് അനദർ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്നാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറിയെ വിളിക്കുക. ദാറ്റ് വി വിൽ ഡിസ്കസ് ആഫ്റ്റർ ദിസ് ടോപ്പിക്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? റൈറ്റ്, now we can discuss indifference curve എന്ന് പറയുന്ന ആ ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, മീൻസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൺസീവ് ചെയ്തിട്ടുള്ളത് FY എഡ്ജ്വർത്ത്. ഓക്കെ, നോട്ട് ചെയ്യുക, FY എഡ്ജ്വർത്ത്, who actually developed the indifference curve for what? That is as an alternative approach to the marginal utility analysis of demand. മനസ്സിലാക്കുക, that is FY Edgeworth conceived or developed the indifference curve analysis as an alternative approach, ഒരു പകരം അല്ലേ, ഒരു അനാലിസിസ്, alternative approach to the marginal utility analysis of demand. ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു പകരമായിട്ടുള്ള അനാലിസിസ് ആണത് ഇൻഡിഫറൻസ് കർവ് ടൂൾ വെച്ചിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം അഥവാ ലോ ഓഫ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നതൊക്കെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇറ്റാലിയൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വിൽഫ്രെഡ് പെറട്ടോ, അതുപോലെ ക്ലാർക്ക്, ദെൻ സ്ലഡ്സ്കി എന്നുപോലുള്ള എക്കണോമിസ്റ്റിനൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബട്ട് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോൾ അതിനെ പോപ്പുലറൈസ് ചെയ്തത്, അതിൻ്റെ ഒരു ഫുൾ സയൻറ്റിഫിക് അനാലിസിസ് നടത്തിയിട്ടുള്ളത് രണ്ട് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്, J.R. Hicks and R.G.D. Allen. Then who developed indifference curve analysis in a systematic and in a scientific way in 1934, and that published in an article titled a reconsideration of the theory of value. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. J.R. Hicks, then R.G.D. Allen, രണ്ട് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റുകളാണ്. അതുപോലെ തന്നെ 1939 1939 J.R. Hicks published his work Value and Capital. This is really very interesting book, Value and Capital, in which he discussed the indifference curve analysis in a more systematic way. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഡിഫറൻസ് കർവ് അനാലിസിസുമായിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി. ഓക്കെ, ഇപ്പോൾ ഒരു കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഓർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഇൻകം കൺസ്ട്രെയിൻറ്റ്, നമുക്ക് ഒരു മിനിമം ഇൻകം നമുക്കത് ബാരിയറാണ്, നമുക്ക് തോന്നിയ പോലെ ചിലവാക്കാനുള്ള പണം നമ്മളെടുത്ത് നമ്മളെ ബജറ്റ്, ആ ബജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തുന്ന പോയിന്റ്, ദാറ്റ് ഇസ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടെത്തുന്നതിന് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പ്രകാരം നമുക്ക് കുറച്ച് ടൂൾസ് വേണം. ഒന്ന്, നമുക്ക് വേണ്ടത് ഇൻഡിഫറൻസ് കർവ് വേണം. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഡിറൈവ് ചെയ്യുന്നതിന് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ വേണം. അതുപോലെ തന്നെ
ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് നമുക്ക് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ബജറ്റ് ലൈന് വേണം. റൈറ്റ്, ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് പ്രൈസ് റേഷ്യോ PX/PY എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് അതിൻ്റെ സ്ലോപ്പ് കാണണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഇത് വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരും. നൗ അനദർ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ്? ഒരു 2 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? സി, ദിസ് ഈസ് ദ ഡെഫിനിഷൻ. യു നോ, ഇൻഡിഫറൻസ് കർവ് ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ you can see a simple question, what you mean by indifference curve, or write a short note on indifference curve. Your answer will be like this. See, IC എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിഫറൻസ് കർവ്. റൈറ്റ്, ഇൻഡിഫറൻസ് അല്ലേ? കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സിലെ പല കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ ടേമിൻ്റെ മീനിങ് ആലോചിച്ചാൽ മതി. ഇൻഡിഫറൻറ്റ് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഉദാസീനത അല്ലേ? അതായാലും കുഴപ്പമില്ല, ഇതായാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. സി, ആൻ ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് ദ കോമ്പിനേഷൻസ് ഓഫ് 2 goods that yields or gives or provides the same level of satisfaction or utility to the consumer. Right? Okay? വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. An indifference curve is the locus of the combinations of 2 goods. 2 goods, apples, oranges, or mangoes and bananas, or good X or good Y, or commodity X or commodity Y. 2 goods. അതിൻ്റെ കോമ്പിനേഷൻസ് ആണ്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ഓക്കെ, ദെൻ 10 ബനാന, ദെൻ 5 മാംഗോസ്, then 8 banana, then 6 mangoes. ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ആ കോമ്പിനേഷൻസിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് yields എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ്, നൽകുന്നു. gives, provides what? same level of satisfaction or utility to the consumer. നിങ്ങൾ ഏത് കോമ്പിനേഷൻസ് എടുത്താലും, ABCD ഏത് കോമ്പിനേഷൻസ് എടുത്താലും ആ ഓരോ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് നൽകുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ്, ഒരേ ഉപയോക്തത, ഒരേ സംതൃപ്തി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്താ, ഏത് കോമ്പിനേഷൻസ് കിട്ടിയാൽ എന്താ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, മീൻസ് നിങ്ങൾ ഇൻഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹിയർ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് അല്ലേ, ലോക്കസ് ഓഫ് പോയിന്റ്സ് ആണ്, 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സെയിം യൂട്ടിലിറ്റി ആണ്, സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ്. ആർക്ക്? ടു ദ കൺസ്യൂമർ. ഇവിടെ കൺസ്യൂമർ എന്നുള്ളത് കീ വേർഡ് ആണ്. കാരണം എന്താ? ഇൻഡിഫറൻസ് കർവ് ദാറ്റ് ഷോസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഐസോ കൊണ്ടാണെങ്കിൽ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ്. ദാറ്റ് ഈസ് വൈ ഇൻഡിഫറൻസ് കർവ് ഈസ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ്. എന്താ വിളിക്കുക? ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, ഈക്വൽ. ഐസോ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ കർവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇൻഡിഫറൻസ് കർവിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ട സെന്റൻസ് ആണ്, ഇൻഡിഫറൻസ് കർവ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ F.Y. Edgeworth and then popularized and systematically explained by J.R. Hicks and R.G.D. Allen. Okay, then വേറെ പോയിന്റ് നിങ്ങൾക്ക് എന്താണ്? ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ടു ദ മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് ഇതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. നൗ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ഗിവ് ദിസ് ഡെഫിനിഷൻ. ഓക്കെ, ഇതൊരു 5 മാർക്കാണ്. നിങ്ങൾക്ക് എന്താണ്? ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു കർവും കൂടിയും വരക്കുക. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് വരക്കാം. സി, ദിസ് ഈസ് ദ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, വെരി വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കർവ് നിങ്ങൾ വരക്കുമ്പോൾ ഒറിജിൻ വേണം, ദെൻ OX ആക്സിസ്, ദെൻ OY ആക്സിസ്. സിമ്പിളായിട്ടുള്ള ഒരു കർവ്. ദെൻ ഹിയർ കമോഡിറ്റി എക്സ്. ഇത് നിങ്ങൾക്ക് ഓറഞ്ചോ മാംഗോസോ എന്തും കൊടുക്കാം. ഞാൻ കമോഡിറ്റി എക്സ് ഒന്ന് കൊടുക്കുന്നു. ദെൻ ഹിയർ കമോഡിറ്റി വൈ. ഓക്കെ, കമോഡിറ്റി വൈ. ആൻഡ് ദിസ് ഈസ് ദ ഇൻഡിഫറൻസ് കർവ്. സി, ദിസ് ഈസ് ദി ഇൻഡിഫറൻസ് കർവ്. IC, indifference curve. Right. Then please note, slope of the indifference curve. Slope of the indifference curve is marginal rate of substitution. That we will discuss
subsequently. Okay, in the coming video we will discuss all these areas. See, this is the simple curve. It is convex to the origin. It is sloping or negatively sloped, and we will discuss the properties and assumptions and all these things in the coming video. Please understand this one. Okay, appo ningalku 2 mark chodikkanengil just give this definition and iso-utility curve and just draw this figure. Okay, ee figure വരക്കാൻ നിങ്ങൾക്ക് ഒരു 30 seconds മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 3 മാർക്കും കിട്ടും. റൈറ്റ്. ഇതൊരു 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കുക. എഡ്ജ് വർത്ത്, ഹിക്സ്, ആർജെഡി, അലന്, indifference curve is an alternative approach to the marginal utility analysis of demand. Then ordinal approach. Then you can just give these definitions. Then curve. Then just give the explanations of the diagram. OX axis commodity X, then commodity Y, and slope of the indifference curve is MRS. Now you can see the combinations like A, B, then C, D. Example. ഇപ്പോൾ A എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ ഇത്രയും കമ്മോഡിറ്റി Y, ഇത്ര കമ്മോഡിറ്റി X. ഇവിടെ എന്ന് വരുമ്പോൾ എന്താണ്, കമ്മോഡിറ്റി Y കുറഞ്ഞു ബട്ട് കമ്മോഡിറ്റി X കൂടി. ഇങ്ങോട്ട് വരുമ്പോൾ കമ്മോഡിറ്റി Y വീണ്ടും കുറഞ്ഞു ബട്ട് കമ്മോഡിറ്റി X കൂടി. റൈറ്റ്. ബട്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും എ ഓർ ബി സി ഡി ഏത് പോയിന്റ് എടുത്താലും കൺസ്യൂമർ എന്താണ്, ഈക്വൽ യൂട്ടിലിറ്റി ആണ്, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ആർക്ക്? ടു ദ കൺസ്യൂമർ. എനി പോയിന്റ്സ്. അതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഗുഡ് വൈ ദെൻ ഗുഡ് എക്സ്, ബി എന്ന് പറയുന്നത് ഗുഡ് വൈ ഗുഡ് എക്സ്. ഏത് കോമ്പിനേഷൻസ് എടുത്താലും എന്താണ്, ദാറ്റ് പ്രൊവൈഡ്സ് the same level of satisfaction or utility to the consumer. That is why consumer is indifferent. ഇപ്പൊ എ വേണോ ബി വേണോ, ഐ ഡോണ്ട് കെയർ. എൻ്റെ റെസ്പോൺസ് അതാ. കാരണം എന്താ, എയും ബിയും എനിക്ക് സെയിം യൂട്ടിലിറ്റി ആണ്. സി വേണോ, ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, സെയിം യൂട്ടിലിറ്റി ആണ് കൺസ്യൂമർ. അതുകൊണ്ട് അദ്ദേഹം ഇൻഡിഫറൻ്റ് ആണ്, അഥവാ ഉദാസീനത ആണ്. ഏത് കിട്ടിയാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ കാണാം, ചിലപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് റെഡ് കളർ ഷർട്ട് വേണോ അല്ലെങ്കിൽ ബ്ലൂ കളർ ഷർട്ട് വേണോ. അപ്പൊ നിങ്ങൾക്ക് 2 കളർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്താണ്, ഒന്നേ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ, എനി കളർ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ആ സെയിൽസ്മാനെ നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്ക് റെഡ് മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, റിവീൽഡ് പ്രിഫറൻസ് തിയറിയാണ്. അവിടെ നമ്മുടെ പ്രിഫറൻസ് സ്ട്രോങ് ഓർഡറിങ് ആണ്. ഇൻഡിഫറൻസ് കർവിൽ എന്താണ്, നമ്മൾ വീക്ക് ഓർഡർ ആണ്. മീൻസ് എനിത്തിങ് ഐ ഡോണ്ട് കെയർ, എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ, എല്ലാ കോമ്പിനേഷൻസും എനിക്ക് എന്താണ്, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഓക്കെ, ഇൻ ദി കമ്മിങ് പാർട്ട് we will discuss another very important area, that is indifference map and also indifference schedule. Okay, thank you, all the best.